ഹിന്ദി നിരോധന നീക്കവുമായി തമിഴ്നാട് സർക്കാർ. സംസ്ഥാനത്ത് ഹിന്ദി സിനിമകളുടെ പ്രദർശനം, ഹിന്ദിയിലുള്ള പരസ്യ ഹൌഡിങ്ങുകൾ, ബോർഡുകൾ എന്നിവ നിരോധിക്കുന്ന ബിൽ തമിഴ്നാട് നിയമസഭാ സമ്മേളനത്തിന്റെ അവസാന ദിനം അവതരിപ്പിക്കും. മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനാണ് നിയമനിർമ്മാണത്തിന് നേതൃത്വം നൽകുന്നത്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ഹിന്ദി നിരോധന നീക്കവുമായി തമിഴ്നാട് സർക്കാർ നേരത്തെ മുതൽ തന്നെ അവർ ഇത്തരത്തിലുള്ള ചില പ്രചാരണങ്ങളൊക്കെ നടത്തിയിരുന്നു. ഇപ്പോൾ അത് നിയമം മൂലം നിരോധിക്കാനുള്ള നിയമസഭാ സമ്മേളനത്തിന്റെ അവസാന ദിനം അത് അവതരിപ്പിക്കും. ആ നിയമനിർമ്മാണത്തിന് നേതൃത്വം നൽകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുള്ള ചില പ്രാരംഭ നടപടികളൊക്കെ തമിഴ്നാട് സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്താണ് വിശദാംശങ്ങൾ? രോഹിണി, പരിഹാസ്യമായൊരു നിലപാടാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ DMK സർക്കാർ, സ്റ്റാലിൻ സർക്കാർ സ്വീകരിക്കുന്നത്. അതായത് സംസ്ഥാനത്ത് ഹിന്ദി നിരോധനം കൊണ്ടുവരാൻ ഒരുങ്ങുന്നു. നിയമസഭയിൽ അത്തരത്തിലൊരു ബില്ല് പാസാക്കി നിയമത്തിലൂടെ സംസ്ഥാനത്ത് ഹിന്ദി സിനിമകൾ പ്രദർശിപ്പിക്കുന്നതിനും ഹിന്ദി ബോർഡുകൾ വയ്ക്കുന്നതിനുമെല്ലാം നിയമം മൂലം നിരോധനം കൊണ്ടുവരാനാണ് തമിഴ്നാട് സർക്കാർ നിലവിൽ ആലോചിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള ബില്ലിന്റെ രൂപീകരണം തയ്യാറാക്കിയിട്ടുണ്ട്. അത് മുഖ്യമന്ത്രി സ്റ്റാലിൻ നേരിട്ടുകൊണ്ടാണ് ആ ഒരു ബില്ലിന്റെ രൂപീകരണം നടത്തിയത് എന്നുകൂടിയാണ് മനസ്സിലാക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ അനാവശ്യമായിട്ടുള്ള പ്രാദേശിക വാദം ഉയർത്തിക്കൊണ്ട്, അനാവശ്യ തമിഴ് വാദം ഉയർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനുള്ള ഒരു ശ്രമം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി DMK തുടരുകയാണ്. അത് ത്രിഭാഷാ നയം, പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി കൊണ്ടുവന്നിട്ടുള്ള 3 ഭാഷകൾ, അതായത് ഒരു വിദ്യാർത്ഥി സ്വന്തം മാതൃഭാഷയും ഒപ്പം ഹിന്ദിയും ഇംഗ്ലീഷും ഉൾപ്പെടെ പഠിക്കുന്ന വിദ്യാഭ്യാസ മേഖലയിൽ ആ വിദ്യാർത്ഥിയെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി കൊണ്ടുവന്നിട്ടുള്ള ത്രിഭാഷാ നയം പോലും തള്ളിക്കൊണ്ട് ഹിന്ദി പഠിക്കേണ്ടതില്ല എന്നൊരു കർശന നിലപാട്, അത് അനാവശ്യമായിട്ടുള്ള വാദങ്ങൾ, പ്രാദേശിക വാദം, തമിഴ് വാദം ഉയർത്തിക്കൊണ്ട് ചില രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ DMK ശ്രമിച്ചു വരികയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ നിയമസഭയിൽ ഇത്തരത്തിൽ ഹിന്ദി നിരോധന ബില്ലിലേക്ക്, ഒരു സംസ്ഥാനത്തെ, രാജ്യത്തെ ഒരു ഭാഷയെ നിരോധിക്കുന്ന തരത്തിൽ അപഹാസ്യമായ അല്ലെങ്കിൽ പരിഹാസ്യമായ ഒരു നിലപാടിലേക്കും നീക്കത്തിലേക്കും തമിഴ്നാട് സർക്കാർ കടക്കുന്നത്. നിലവിൽ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നിലവിൽ നടക്കുന്ന നിയമസഭാ സമ്മേളനത്തിന്റെ അവസാന ദിനത്തിൽ ആ ബില്ല് അവതരിപ്പിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതായത് തമിഴ്നാട്ടിൽ ഹിന്ദി സിനിമയുടെ പ്രദർശനവും ഹിന്ദിയിൽ എഴുതിയിട്ടുള്ള ബോർഡുകളുടെ പ്രദർശനവും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് അത് നിയമം മൂലം നിരോധിക്കാനുള്ളൊരു തയ്യാറെടുപ്പാണ് DMK സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. രോഹിണി. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.